ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിൽ തന്നെ വലിയൊരു വിവാദം രൂപപ്പെട്ടിരിക്കുകയാണ്. ജാതി സെൻസസ് നടത്തരുതെന്നും അതിലെ വിവരങ്ങൾ പുറത്തുവിടരുതെന്നും വാദിക്കുന്നവർ പറയുന്ന ന്യായം, ജാതി സെൻസസ് നടപ്പിലാക്കിയാൽ ആ വിവരങ്ങൾ പുറത്തു വന്നാൽ സമൂഹം ജാതീയമായി വേർതിരിയുകയും സാമൂഹ്യ ശിഥിലീകരണത്തിന് കാരണമാവുകയും ചെയ്യും. സമൂഹത്തിൽ നിലനിൽക്കുന്ന ഐക്യം തകർന്നു പോകും. ഇതാണ് ജാതി സെൻസസിനെ എതിർക്കുന്നവർ പറഞ്ഞു പരത്തുന്ന ന്യായവാദം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 1931 വരെ ജാതി സെൻസസ്, ജാതി തിരിച്ചുള്ള വിവരങ്ങൾ സെൻസസിലൂടെ സമാഹരിക്കപ്പെട്ടിരുന്നു. 31 ശേഷം ജാതി സെൻസസ് നടക്കാതിരിക്കുമ്പോൾ അത് നടക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്ന് രംഗത്ത് വന്നവർ പറഞ്ഞതും ഇതേ ന്യായം തന്നെയായിരുന്നു. ബ്രിട്ടീഷുകാർ സമൂഹത്തെ ജാതീയമായി വേർതിരിക്കാൻ ശ്രമിക്കുന്നു എന്ന്. എന്നാൽ യഥാർത്ഥ കാരണം അതായിരുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥ കാരണം അന്ന് മാർജിനലൈസ് ചെയ്യപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട, ഉപേക്ഷിക്കപ്പെട്ട വിഭാഗങ്ങൾ അവരുടെ അവകാശങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ സെൻസസിലെ വിവരങ്ങൾ ആധികാരികമായി കോട്ട് ചെയ്തുകൊണ്ടാണ് അവർ സംസാരിച്ചിരുന്നത്. ഭരണാധികാരികൾക്ക് ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത വസ്തുതകൾ സെൻസസ് വിവരങ്ങളായി അവരുടെ മുന്നിലുണ്ടായിരുന്നു. ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കറുടെ പല നിവേദനങ്ങളും സർക്കാരിനോടുള്ള അഭ്യർത്ഥനകളും ഇത്തരം വിവരങ്ങൾ ഉള്ളതായി നമുക്ക് കാണുവാൻ കഴിയും. ഒട്ടും പ്രതിരോധിക്കാൻ കഴിയാത്ത ന്യായവാദങ്ങൾ ഉയർത്താൻ സാമൂഹികമായി ബഹിഷ്കരിക്കപ്പെട്ടവർക്ക് കരുത്ത് പകരുന്ന ഒന്നാണ് ജാതി സെൻസസിലൂടെ പുറത്തു വരുന്ന വിവരങ്ങളെന്നത് അന്നേ മനസ്സിലാക്കപ്പെട്ടൊരു കാര്യമാണ്. അങ്ങനെയാണ് വളരെ സ്വാഭാവികമായും ഇന്ത്യയിൽ നടന്നിരുന്ന ജാതി സെൻസസ് 31 ശേഷം പിന്നെ നടക്കാതെ വരുന്നത്. ഇത് കേവലമായ ജാതി സെൻസസ് എന്ന് പറയും കേവലമായി ജാതികളുടെ എണ്ണമെടുക്കലല്ല. ഇതൊരു സോഷ്യോ എക്കണോമിക് ആൻഡ് റെപ്രസെൻറ്റേഷണൽ സർവേ ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ് എന്നാണ് അത് പൂർണ്ണമായും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജാതിയുടെ അടിസ്ഥാനത്തിൽ ഓരോ വിഭാഗവും കൈവശം വച്ചിരിക്കുന്ന വിഭവങ്ങളും അവർ കൈവശം വച്ചിരിക്കുന്ന സർക്കാർ ജോലികളും അവരുടെ പാർലമെൻറ്റ് മുതൽ പഞ്ചായത്ത് വരെയുള്ള അവരുടെ പ്രാതിനിധ്യവും പരിശോധിക്കുന്ന സർവേയാണ് നടക്കാൻ പോകുന്നത്. ഈ സർവേ ഒരാധുനിക ദേശരാഷ്ട്രത്തിന് ഒഴിവാക്കാനാവില്ല. കാരണം അത് രാഷ്ട്രം അതിൻ്റെ പോളിസികൾ തീരുമാനിക്കുന്നത് സർവേയിലൂടെ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ശാപമായിട്ടുള്ള ജാതി സ്വത്ത് സമ്പാദിക്കുവാനും അവസരങ്ങൾ നിഷേധിക്കുവാനും ഒക്കെ കാരണമായി മാറിയിട്ടുണ്ട്. ഒരു പ്രത്യേക വിഭാഗത്തിൽ ജനിക്കുന്നവർ, ദ സ്ലേവ് കാസ്റ്റ് എന്നൊക്കെ പറയാവുന്ന ഇന്ത്യയിലെ ദളിതർ, സ്വത്ത് സമ്പാദിക്കുന്നതോ ഉദ്യോഗങ്ങൾക്ക് വേണ്ടി അവകാശവാദം ഉന്നയിക്കുന്നതോ ഒരു കുറ്റമാണെന്ന് കരുതുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ വളരെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ആയിട്ടുള്ള സവർണ വിഭാഗങ്ങൾ സ്വത്തിൻ്റെയും അവസരങ്ങളുടെയും പ്രാതിനിധ്യത്തിൻ്റെയും സിംഹഭാഗവും കൈയടക്കി വച്ചിരിക്കുക. കേരളത്തിൽ 20 അംഗങ്ങളുള്ളൊരു മന്ത്രിസഭയുണ്ട്. അതിൽ 9 പേർ നായന്മാരാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നിയമസഭയിലെ ഏതാണ്ട് 50% ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. എന്തുകൊണ്ടാണ് കേവലം 10% താഴെ മാത്രം ജനസംഖ്യയുള്ള ഒരു വിഭാഗം മന്ത്രിസഭയിലെ 50% കൈയടക്കുന്നത് എന്നൊരു ചോദ്യം ഒട്ടും അസാധാരണമായൊരു ചോദ്യമല്ല. അത് ചോദിക്കേണ്ടത് തന്നെയാണ്, ഉത്തരം തേടേണ്ടതുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യമായി കാസ്റ്റ് സെൻസസ് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചത് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറാണ്. അദ്ദേഹം സെൻസസ് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചതിൻ്റെ ഭാഗമായി 10ഓളം കേസുകളാണ് സുപ്രീം കോടതിയുടെ മുന്നിൽ വന്നത്. അതിൽ പല വാദങ്ങളും ഹർജിക്കാരുന്നയിച്ചെങ്കിലും ആ വാദങ്ങളെയെല്ലാം നിരസിച്ചുകൊണ്ട് സ്റ്റേറ്റിന്
സർവേ നടത്താൻ അവകാശമുണ്ട് എന്ന് സുപ്രീം കോടതി അസന്നിഗ്ധമായി പറയുകയുണ്ടായി. അങ്ങനെ അവിടെ സർവേ നടന്നു. സർവേയുടെ വിവരങ്ങൾ പുറത്തുവിട്ടപ്പോൾ വീണ്ടും കേസുമായി എതിർകക്ഷികൾ രംഗത്ത് വന്നു. വിവരങ്ങൾ പുറത്തുവിടാൻ പാടില്ല, വിവരങ്ങൾ ശേഖരിക്കാം പക്ഷേ പുറത്തുവിടാൻ പാടില്ല എന്നതായിരുന്നു വാദം. അതും സുപ്രീം കോടതി നിഷേധിക്കുകയുണ്ടായി. ആ സർവേയിലൂടെ പുറത്തു വന്ന ഇപ്പോൾ അതിൻ്റെ മുഴുവൻ വിവരങ്ങളും പുറത്തു വന്നില്ല, കാതലായ കുറച്ച് വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലെ പിന്നോക്കക്കാരുടെ ജനസംഖ്യ അനുപാതം ഏതാണ്ട് 52% നാളിതുവരെ നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ ബീഹാറിലെ കാസ്റ്റ് സർവേ പുറത്തു വന്നപ്പോൾ നമുക്ക് മനസ്സിലായൊരു കാര്യം, ബീഹാറിൽ 63% പിന്നോക്ക ജനവിഭാഗത്തിൻ്റെ ജനസംഖ്യ എന്ന് പറയും. അതിനകത്ത് 36% അതിപിന്നോക്ക വിഭാഗങ്ങളാണ്, 19% എന്ന പട്ടികജാതി വിഭാഗങ്ങൾ. ഇതെല്ലാം കഴിഞ്ഞാൽ ഏതാണ്ട് 15% താഴെ വരുന്നവരാണ് സവർണ സംഘടിത സമൂഹങ്ങൾ. എന്നാൽ ബീഹാറിലെ വിഭവങ്ങളിൽ, ഭൂമി അടക്കമുള്ള വിഭവങ്ങളിൽ നിർണായകമായ പങ്ക് കൈവശം വച്ചിരിക്കുന്നത് ഈ ചെറു ന്യൂനപക്ഷമാണ്. ബീഹാറിലെ പ്രധാനപ്പെട്ട ഉദ്യോഗങ്ങൾ കൈവശം വച്ചിരിക്കുന്നത് ഈ ചെറു വിഭാഗമാണ്. അവിടെ നിന്ന് അയക്കുന്ന പാർലമെൻറ്റിലേക്കും നിയമസഭയിലേക്കും വരുന്നവരിൽ ബഹുഭൂരിപക്ഷവും ഈ പറയുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളാണ്. ഇത് സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെമ്പാടും ഇങ്ങനൊരു സർവേ നടന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന പല നുണകളും അഴിഞ്ഞു വീഴുമെന്നതാണ് യാഥാർത്ഥ്യം. കേരളത്തിലാണെങ്കിൽ സംവരണീയരെല്ലാം തട്ടിക്കൊണ്ടുപോകുന്നു എന്നുള്ള വ്യാപകമായ പരാതി പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെ ഉയർന്നു വരാറുണ്ട്. വസ്തുതകൾ പുറത്തു വന്നാൽ ഇത് വെറുമൊരു നുണയാണ് എന്ന് ബോധ്യപ്പെടുന്നതാണ്. കേരളത്തിലെ ഉദ്യോഗങ്ങളിൽ ഭൂരിഭാഗവും കൈവശം വച്ചിരിക്കുന്നത് കേരളത്തിലെ സംഘടിത സവർണ സമൂഹങ്ങളായിട്ടുള്ള നായർ, സിറിയൻ ക്രിസ്ത്യൻ വിഭാഗങ്ങളാണ് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, ഏതാണ്ട് 90 വർഷം മുമ്പ് SNDP അന്നത്തെ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടതാണ് ഉദ്യോഗസ്ഥരുടെ ജാതി തിരിച്ചുള്ള ലിസ്റ്റ് പുറത്തുവിടണമെന്ന്. അതിതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. അത്തരമൊരു വിവരം പുറത്തു വന്നാൽ ഈ നുണകളെല്ലാം പൊളിയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഒരു ചെറു ന്യൂനപക്ഷത്തിൻ്റെ കയ്യിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന അധികാരവും അവരുടെ ജനസംഖ്യയുമായി ഒരു ബന്ധവുമില്ലാത്ത തരത്തിലുള്ള അവരുടെ അവസരങ്ങളും അവരുടെ പ്രാതിനിധ്യവും ഒക്കെ പുറത്തു വന്നാൽ തീർച്ചയായും ഇന്ത്യയിൽ പുതിയൊരു രാഷ്ട്രീയമായ പൗരബോധം രൂപം കൊള്ളുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾക്ക് മാന്യമായി ജീവിക്കാൻ ആവശ്യമായ സ്വത്തും അവരുടെ ജനസംഖ്യാനുപാതികമായിട്ടുള്ള പ്രാതിനിധ്യവും ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്ന പുതിയൊരു പൗരബോധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഇന്ത്യയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ജാതി സെൻസസിനെ എതിർക്കുന്നവർ പറയുന്ന കാര്യം. ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ വായിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ 16-ാം വകുപ്പ് അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റിൽ പറയുന്നൊരു കാര്യം, ഇന്ത്യയിലെ ഏതെങ്കിലും വിഭാഗം സാമൂഹികമായോ വിദ്യാഭ്യാസപരമായോ പിന്നോക്കമാണെന്ന് സ്റ്റേറ്റിന് ബോധ്യപ്പെട്ടാൽ അവരുടെ പ്രാതിനിധ്യം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങൾ നടത്താവുന്നതാണ്. ഇതാണ് 16-ാം വകുപ്പ് പറയുന്ന കാര്യം. അപ്പോൾ ഇവർ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കമാണെന്ന് എങ്ങനെ കണ്ടെത്താൻ പറ്റും? കണ്ടെത്താൻ ഒരു വഴിയേ ഉള്ളൂ, സർവേ നടത്തുക എന്നുള്ളതാണ് അതിൻ്റെ വഴി. ഇത് പറ്റില്ല എന്ന് പറയാൻ സുകുമാരൻ നായർക്ക് എന്താ അധികാരം എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഇന്ത്യൻ ഭരണഘടനയെ വെല്ലുവിളിക്കാൻ സുകുമാരൻ നായർക്ക് ആരാണ് അധികാരം കൊടുത്തത്? അപ്പോൾ ഈ എതിർക്കുന്നവർ ഇന്ന് അനധികൃതമായി അവസരങ്ങൾ കൈവശം വച്ചിട്ടുണ്ട്. ഒറ്റ ഉദാഹരണം, കേരളത്തിലെ ദേവസ്വം ബോർഡ് സർക്കാർ സ്ഥാപനമാണ്. 4 കോളേജുകളുണ്ട്, 182 അധ്യാപകരുണ്ട്. അതിനകത്ത് 136 പേർ നായന്മാരാണ്. കേരളത്തിൽ തന്നെ നായന്മാർക്ക് മാത്രമേ പഠിപ്പിക്കാൻ അറിയാവുള്ളൂ. വേറെ സമുദായങ്ങളൊന്നും ഡിഗ്രി ഉള്ളവരില്ലേ, പഠിപ്പിക്കാൻ യോഗ്യതയുള്ളവരില്ലേ? അവരെ എന്തുകൊണ്ടാണ് എടുക്കാത്തത്?
ഇങ്ങനെ അനധികൃതമായി തട്ടിയെടുത്ത അവസരങ്ങൾ നഷ്ടപ്പെടും എന്നതുകൊണ്ടാണ് ഞാൻ നേരത്തെ മന്ത്രിസഭയുടെ കാര്യം പറഞ്ഞു. 50% നായന്മാരാണ്. ഇവരാരാണ്? പിണറായി വിജയനോട് ചോദിച്ചാൽ അവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറയും. ആ നുണയിലൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. അതൊരു നുണ മാത്രമാണ്. വേറെ ജാതിയിലൊന്നും കമ്മ്യൂണിസ്റ്റുകാരില്ലേ? മുസ്ലിങ്ങളിലും ദളിതരിലും ഈഴവരിലൊന്നും കമ്മ്യൂണിസ്റ്റുകാരില്ലേ? മന്ത്രിമാരാകാൻ യോഗ്യതയുള്ളവർ എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? നാളിതുവരെയുള്ള മന്ത്രിസഭയിൽ ഒരു പട്ടികജാതിക്കാരനല്ലാതെ രണ്ടാമതൊരു പട്ടികജാതിക്കാരന് അവസരം കേരളം കൊടുത്തിട്ടില്ല. നാളിതുവരെ കേരളത്തിലെ മുസ്ലിങ്ങൾ അവരുടെ പ്രാതിനിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മന്ത്രി കൂടി വേണമെന്ന് പറഞ്ഞതിന് കേരളം ഇളകി മറിയുകയായിരുന്നു മുസ്ലിം സമുദായത്തിനെതിരെ. പക്ഷേ ഈ 50% നായന്മാർ കൈവശം വെച്ചിട്ട് ആരും അതിനെക്കുറിച്ച് സംസാരിക്കുന്ന പോലുമില്ല. അത്രമേൽ ജാതിബദ്ധമാണ് കേരളീയ സമൂഹം. ഈ വിഭവങ്ങളും അവസരങ്ങളും പ്രാതിനിധ്യവും തട്ടിയെടുക്കുന്ന ഈ സംവിധാനത്തെക്കുറിച്ചുള്ള വസ്തുതാപരമായ വിവരങ്ങൾ പുറത്തു വരട്ടെ. അത് കഴിഞ്ഞ് ആലോചിക്കാം എന്ത് ചെയ്യണമെന്ന്. പുറത്തു പോലും വരാൻ പാടില്ല, സർവേ എടുക്കാൻ പാടില്ല. ഇതാണ് ഇവർ പറയുന്നത്. ഞാൻ പറയുന്നത് കേരളത്തിലെ, ഇന്ത്യയിലെ ദലിത് വിഭാഗങ്ങൾ, ആദിവാസി വിഭാഗങ്ങൾ അനധികൃതമായി എന്തെങ്കിലും കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അത് തിരിച്ചു കൊടുക്കാൻ തയ്യാറാണെന്നേ. എല്ലാവരും തയ്യാറാവണം. അത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. സുപ്രീം കോടതിക്കകത്ത് ബഹുഭൂരിപക്ഷം ജഡ്ജിമാരും ബ്രാഹ്മണരാണ്. ഇവർക്ക് മാത്രമേ ഇന്ത്യൻ നിയമം അറിയാവുള്ളൂ. ഇവരാരോടാണ് ഇതൊക്കെ പറയുന്നത്? ഈ എല്ലാ വിഭാഗത്തിനിടയിലും നിയമം പഠിച്ച, നിയമത്തിൽ PhD നേടിയ നൂറുകണക്കിന് ആൾക്കാർ, ഉദ്യോഗാർത്ഥികൾ ഉള്ളപ്പോഴാണ് ഈ ബ്രാഹ്മണ കുത്തക നമ്മുടെ സുപ്രീം കോടതി അടക്കി വാഴുന്നെന്ന് ഓർക്കണം. ഇത് ക്വസ്റ്റ്യൻ ചെയ്യണം. അതൊരു ജനാധിപത്യ സമൂഹം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന വിവരങ്ങൾ പുറത്തു വരട്ടെ. വിവരങ്ങൾ പുറത്തു വന്നാൽ ഇതിൻ്റെ ഒരു റീഡിസ്ട്രിബ്യൂഷനെക്കുറിച്ച് നമുക്ക് ഗൗരവമായി ആലോചിക്കാൻ പറ്റും. അതെങ്ങനെ വേണമെന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ വസ്തുതകൾ പുറത്തു വരരുത് എന്ന് പറയുന്നതിനെ നമ്മൾ ന്യായമായും സംശയിക്കണം. അവർ സാമൂഹ്യ ദ്രോഹികളാണ്. സമൂഹത്തിൽ മനുഷ്യരെല്ലാം മാന്യമായി ജീവിക്കരുത് എന്ന നിർബന്ധ ബുദ്ധിയുള്ളവരാണ്. ഉള്ളത് മുഴുവനും ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണെന്നുള്ള പഴയ ഫ്യൂഡൽ ബോധത്തിൻ്റെ, ജാതിബോധത്തിൻ്റെ, വർണ്ണാശ്രമധർമ്മത്തിൻ്റെ വക്താക്കളാണ് ഈ കാസ്റ്റ് സെൻസസ് നടത്തരുത് എന്ന് പറയുന്നത് എന്നത് വളരെ വ്യക്തമാണ്. അവിടെ കേരളത്തിലെ ജനങ്ങൾ പല തലങ്ങളിൽ കാസ്റ്റ് സെൻസസ് നടപ്പിലാക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പല തലങ്ങളിലുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിലേക്കുള്ള വളരെ അതിവിപുലമായ കൂട്ടായ പ്രക്ഷോഭങ്ങളിലൂടെ ഇത് സാധിച്ചെടുക്കുക എന്നതാണ് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കേരളത്തിലെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഈ വിഷയത്തെക്കുറിച്ച് പാലിക്കുന്ന നിശബ്ദത നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അതിനപ്പുറം അവരെ നിർബന്ധിച്ച് ഒരു തീരുമാനമെടുക്കാൻ അവർ നിർബന്ധിക്കുന്ന വിധമുള്ള ഒരു പൗരസമൂഹത്തിൻ്റെ ഒരു ഇടപെടൽ കേരളത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ അത്തരമൊരു നീക്കത്തിൻ്റെ ഭാഗമായി നടക്കുന്ന സമരങ്ങൾ എന്ന നിലയിൽ ഈ സമരത്തെ ഞാൻ അഭിവാദ്യം ചെയ്യുകയും അതോടൊപ്പം തന്നെ കേരളത്തിൽ വിവിധ തലങ്ങളിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളോട് ഐക്യപ്പെട്ട് വിശാലമായൊരു പ്രക്ഷോഭ മുന്നണി രൂപം കൊള്ളട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും.